തിയേറ്റർ റിലീസിന് ശേഷം OTT വന്നിട്ടുള്ള ഉയർ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. റോഷൻ മാത്യു ആണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു SI ആണ്, പ്രൊബേഷണൽ SI ആണ്. തൻ്റെ സ്റ്റേഷന് പരിസരത്തൊരു സ്ത്രീയുടെ ജഡം കാണുന്നത് തുടർ അന്വേഷണങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ആക്ച്വലി ഒരു റിയൽ ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത്രയും ഇല്ലാത്തൊരു സിനിമയായിരുന്നു. നിറയെ നമുക്ക് ആകാംക്ഷ ഉണർത്തുന്ന കുറേ സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു അത്ര എൻഗേജിങ് ആയിരുന്നില്ല. ഒരു വീക്ക്ലി റിട്ടേൺ മൂവിയാണ് ഉയർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചാണെങ്കിൽ നല്ല അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു ത്രില്ലർ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചില ആകാംക്ഷ വരുത്തുന്ന നിമിഷങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് വളരെ നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. ടുവാർഡ്സ് എൻഡൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. പിന്നെ ഒരു പോയിന്റിൽ നമുക്ക് സ്റ്റോറിയൊക്കെ ഏകദേശം പ്രഡിക്റ്റബിൾ ആയി തോന്നും. അത് ഈ എഴുത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ആൻഡ് പെർഫോമൻസ് വൈസ് റോഷൻ മാത്യു അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു റിയൽ ഇൻസിഡൻറ്റ് തന്നെയാണ്. സോ അതിൻ്റെ ഒരു തീവ്രത നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു തിരക്കഥ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലൊരു കിടിലൻ ത്രില്ലർ മൂവിയായിട്ട് പോകേണ്ട ഒരു സിനിമയാണ് ഇപ്പോൾ ഒരു ശരാശരിയിൽ എത്തി നിൽക്കുന്നത്. ബട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഉയർ OTT